അധ്യായം 18. വിശ്വസ്തൻ. കൃഷ്ണദേവരായരുടെ ദർബാറിൽ ഒരു ദിവസം ചൂടുപിടിച്ച സംവാദമുണ്ടായി. സമ്പന്നരാണോ പാവപ്പെട്ടവരാണോ വിശ്വസ്തൻ എന്നതായിരുന്നു വിഷയം. തിരുമനസേ, പാവപ്പെട്ടവന് ഒരിക്കലും വിശ്വസ്തനായിരിക്കാനാവില്ല. കാരണം അവൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാട് അവനെ അതിനനുവദിക്കില്ല. അവൻ്റെ ചിന്ത എപ്പോഴും അന്നുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്താം എന്നതിലായിരിക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു തരത്തിലും വിശ്വസ്തത പ്രതീക്ഷിക്കാനാവില്ല. രാജപുരോഹിതൻ പറഞ്ഞു. എനിക്കതിനോട് യോജിക്കാനാവില്ല. പണമുള്ളവരിലാണ് വീണ്ടും വെട്ടിപ്പിടിക്കാനുള്ള അത്യാർത്തി കാണാറുള്ളത്. അവർ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിശ്വസ്തതയും പാലിക്കാറില്ല. തെനാലിരാമൻ പറഞ്ഞു. അതാണ് ശരി, ദർബാറിലെ ചില അംഗങ്ങൾ പറഞ്ഞു. അല്ല, രാജപുരോഹിതൻ പറഞ്ഞതാണ് ശരി, മറ്റു ചിലർ പറഞ്ഞു. തർക്കം മൂത്തതല്ലാതെ അതെങ്ങും എത്തിയില്ല. ഒടുവിൽ ചക്രവർത്തി ഇടപെട്ടു. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല, തെളിവ് വേണം. എന്താ തെനാലിരാമ, താങ്കൾ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കാനാകുമോ? കൃഷ്ണദേവരായർ ചോദിച്ചു. തീർച്ചയായും തിരുമനസേ, തെനാലിരാമൻ സമ്മതിച്ചു. പക്ഷേ എനിക്കതിന് കുറച്ച് സമയം തരണം. എത്ര സമയം? ഒരാഴ്ച. സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ മികച്ച ഒരു പാരിതോഷികം നാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഉത്തരവ് പോലെ. പിന്നെ എൻ്റെ വാദം തെളിയിക്കുന്നതിനായി കൊട്ടാരം ഖജനാവിൽ നിന്ന് ഏതാനും സ്വർണ്ണ നാണയങ്ങൾ കൂടി എനിക്ക് തരാൻ ഉത്തരവുണ്ടാവണം. ആരവിടെ? തെനാലിരാമന് 20 സ്വർണ്ണ നാണയങ്ങൾ നൽകാൻ ഏർപ്പാട് ചെയ്യൂ. ചക്രവർത്തി കൽപ്പിച്ചു. ഖജനാവിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളെത്തി. തെനാലിരാമൻ അവ പകുത്ത് ഓരോ ചെറിയ സഞ്ചിയിലാക്കി കെട്ടി. തിരുമനസേ, ഈ സഞ്ചികളിലൊന്ന് അതിരാവിലെ സമ്പന്നർ കുളിക്കാൻ പോകുന്ന കടവിലേക്കുള്ള വഴിയിൽ ഞാനിടും. മറ്റൊന്ന് പാവങ്ങൾ തൊഴിൽ അന്വേഷിച്ചിറങ്ങുന്ന വഴിയിലും. ഇതിൽ ഏത് സഞ്ചിയാണ് ഇതുപോലെ യാതൊരു വ്യത്യാസവും കൂടാതെ ഇവിടെ തന്നെ തിരികെ വന്നു ചേരുന്നതെന്ന് കാണാം. തെനാലിരാമൻ തൻ്റെ പദ്ധതി വിശദീകരിച്ചു. പിറ്റേന്ന് അതിരാവിലെ തെനാലിരാമൻ ഒരു നാണയക്കിഴി സമ്പന്നരുടെ കുളക്കടവിലേക്കുള്ള പാതയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഒരു മരത്തിൻ്റെ പിറകിൽ മറഞ്ഞു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ അതുവഴി വന്നു. അയാൾ ആ പട്ടണത്തിലെ സമ്പന്നനായ വ്യാപാരിയായിരുന്നു. നാണയക്കിഴി അയാളുടെ കണ്ണിൽപ്പെട്ടു. അയാൾ അത് ഓടിച്ചെന്നെടുത്ത് തുറന്നു നോക്കി. സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അയാൾ സന്തോഷം കൊണ്ട് മതിമറന്നു. മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും കാലം കുളിച്ചു തൊഴുതതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. വ്യാപാരി കുളിക്കാൻ നിൽക്കാതെ നാണയക്കിഴിയുമായി വീട്ടിലേക്ക് ഓടി. അടുത്ത ദിവസം പാവങ്ങൾ തൊഴിൽ അന്വേഷിച്ച് പോകുന്ന വഴിയിലാണ് തെനാലിരാമൻ നാണയക്കിഴി ഇട്ടത്. അതുവഴി വന്ന ഒരു സാധുവിന് ആ നാണയക്കിഴി കിട്ടി. അയാളത് തുറന്നു നോക്കി. 10 സ്വർണ്ണ നാണയങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. ഈശ്വര, ഇത്രയും പണമോ? അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അവിടെ തന്നെ നിന്നു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ വീട്ടിലെത്തിയ അയാൾക്കൊരു മനസ്സമാധാനവും ഉണ്ടായില്ല. ഇത്രയും വലിയ തുക കയ്യിൽ കിട്ടുന്നത് ആദ്യമായാണ്. അയാൾ രണ്ടും കൽപ്പിച്ച് നാണയവുമായി കൊട്ടാരത്തിൽ ചെന്നു. അവിടുത്തെ ഖജാൻജിയെ കണ്ട് വിവരം പറഞ്ഞു. ഇതെനിക്ക് കളഞ്ഞു കിട്ടിയതാണ്. കഴിയുമെങ്കിൽ ഇതിൻ്റെ അവകാശിയെ തേടിപ്പിടിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുക. നോക്കാം. ഖജാൻജി നാണയം കൈപ്പറ്റിയതിനുള്ള ചീട്ട് കൊടുത്ത് അയാളെ പറഞ്ഞുവിട്ടു. ആദ്യത്തെ പണക്കിഴി തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ച് തെനാലിരാമൻ ഒരാഴ്ച കാത്തിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. തെനാലിരാമൻ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പണക്കിഴികളിൽ ഒന്ന് മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അത് ശരി, ആരാണ് പണക്കിഴി തിരികെ കൊണ്ടുവന്ന് തന്നത്? ചക്രവർത്തി ചോദിച്ചു. ഒരു സാധു മനുഷ്യൻ. ഓഹോ, എങ്കിൽ ആ പണക്കാരനായ കച്ചവടക്കാരനെ ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. കൂട്ടത്തിൽ ആ പാവപ്പെട്ടവനെയും വിളിക്കൂ. ഉത്തരവ് പോലെ. ഉടൻ തന്നെ തെനാലിരാമൻ വ്യാപാരിയെയും പാവപ്പെട്ടവനെയും ദർബാറിൽ വരുത്തിച്ചു. നിങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയ പണം എന്തു ചെയ്തു? ചക്രവർത്തി വ്യാപാരിയോട് ചോദിച്ചു. ഓ, ആ പണം ഞാൻ എൻ്റെ കച്ചവടത്തിൽ നിക്ഷേപിച്ചു. നിങ്ങൾക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതല്ലേ?
എന്തുകൊണ്ടത് ഉടമസ്ഥനെ തേടിപ്പിടിച്ച് കൊടുത്തില്ല? അതിനായില്ലെങ്കിൽ എന്തുകൊണ്ട് ഖജനാവിൽ കൊണ്ടുചെന്ന് അടച്ചില്ല? ചക്രവർത്തി ചോദിച്ചു. ഞാനത് എന്തിന് ഖജനാവിൽ അടയ്ക്കണം? എനിക്കത് വഴിയിൽ കിടന്നാണ് കിട്ടിയത്. ഞാനത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായാണ് കണക്കാക്കിയത്. അതുകൊണ്ട് ഞാനത് എടുത്തു. അത് എൻ്റെ അവകാശം കൂടിയാണ്, കച്ചവടക്കാരൻ വാദിച്ചു. പക്ഷേ നിങ്ങൾ ആ പണം ഖജനാവിൽ അടച്ചേ പറ്റൂ. കാരണം അത് രാജ്യത്തിൻ്റെ പണമാണ്. അയ്യോ, അതെങ്ങനെ എനിക്കിപ്പോൾ തരാൻ പറ്റും? ഞാനത് എൻ്റെ കച്ചവടത്തിൽ നിക്ഷേപിച്ചു പോയി. ഇനി സാധനങ്ങൾ വിറ്റ് ലാഭമുണ്ടായാലേ പണം മടക്കിത്തരാനാകൂ. ഈയിടെയായി കച്ചവടമെല്ലാം മഹാനഷ്ടമാണ്. ചക്രവർത്തി സാധുവിൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പണം ഉപയോഗിക്കാതിരുന്നത്? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ട് തീരുമായിരുന്നല്ലോ. തിരുമനസ്സേ, എൻ്റെ മനസാക്ഷി അതിനനുവദിച്ചില്ല. അത് എന്നെപ്പോലെയുള്ള ഏതെങ്കിലും നിർധനൻ്റെ സമ്പാദ്യമായിരിക്കാമെന്ന് ഞാൻ കരുതി. ഒരുപക്ഷെ അയാളുടെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യമാണെങ്കിലോ? എങ്കിൽ ഞാനത് ഉപയോഗിക്കുന്നത് വലിയ അപരാധമായിരിക്കില്ലേ? ആ ചിന്ത കൊണ്ടാണ് ആ പണം ഞാൻ ഉപയോഗിക്കാതിരുന്നതും ഖജനാവിൽ കൊണ്ടുവന്ന് കെട്ടിയതും. ഒരുപക്ഷെ ഉടമസ്ഥൻ പരാതിയുമായി വരികയാണെങ്കിൽ അയാൾക്ക് തന്നെ കിട്ടുമല്ലോ. സാധുവിൻ്റെ മറുപടി കേട്ട് ചക്രവർത്തി തെനാലിരാമനെ നോക്കി. തെനാലിരാമ, താങ്കൾ പറഞ്ഞതാണ് ശരി. എനിക്ക് ബോധ്യമായി. സാധുക്കളാണ് പണക്കാരേക്കാൾ സത്യസന്ധർ. നിങ്ങൾ സൂക്ഷ്മമായ നിരീക്ഷണ പാടവമുള്ള വ്യക്തിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ചക്രവർത്തി തെനാലിരാമനെ അഭിനന്ദിക്കുന്നത് കേട്ട് രാജപുരോഹിതൻ്റെ തല താഴ്ന്നു. എൻ്റെ വാദമാണ് ശരിയെന്ന് തെളിഞ്ഞാൽ എനിക്ക് സമ്മാനം തരാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ഒരു പുഞ്ചിരിയോടെ തെനാലിരാമൻ കൃഷ്ണദേവരായരെ ഓർമ്മിപ്പിച്ചു. തീർച്ചയായും താങ്കൾക്ക് മാത്രമല്ല, സത്യസന്ധനായ ആ സാധുവിനുമുണ്ട് സമ്മാനം. ചക്രവർത്തി സാധുവിന് അയാൾ ഖജനാവിൽ ഏൽപ്പിച്ച നാണയക്കിഴി സമ്മാനമായി നൽകി. അതിൻ്റെ 10 ഇരട്ടി സ്വർണം തെനാലിരാമനും സമ്മാനിച്ചു. അധ്യായം 18 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ച ഈ കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.